ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ മസാലയൊക്കെ പുരട്ടിയിട്ടുള്ള ഒരു കിടിലൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നടിച്ചെടുത്ത് ചിക്കനിൽ പുരട്ടേണ്ട കാര്യമുള്ളൂ. നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 7 ഉണക്കമുളക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതായാലും മതി, അതങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ മുളകൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 8 വെളുത്തുള്ളി, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എരിവുള്ള ഒരു 3 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ കയ്യിൽ ചെറിയൊരു ഇഞ്ചി കഷ്ണം ഉണ്ടെങ്കിൽ അങ്ങനെ ഇഞ്ചി കഷ്ണം ആയാലും ഇട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങ, ചെറുനാരങ്ങയുടെ പകുതി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരിന് പകരം കുറച്ച് തൈരോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയോ ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടാനും ഈ ഒരു പൊടി മതി. അപ്പോൾ കാശ്മീരി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. അപ്പോൾ ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു അരപ്പ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണക്കമുളക് പൊടിച്ചത് അവസാനം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കാണാനും ഭംഗിയുണ്ടാവും. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഉടനെ തന്നെ പൊരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെങ്ങനെ പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായാൽ അതിലേക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, താഴ്ഭാഗം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കോൺഫ്ലോറൊക്കെ ചേർത്ത് മസാല തേച്ചത് കാരണം അതിൻ്റെ മസാലയൊക്കെ ചട്ടിയിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ താഴ്ഭാഗം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, എന്നാൽ നല്ല കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് നല്ല കറക്റ്റായിട്ട് നല്ല കളറായിട്ടൊക്കെ കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.